വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇവിടെ ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊറോട്ടയാണ്. പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു മുട്ട, പഞ്ചസാര. പിന്നെ ഇത് എങ്ങനെ കുഴച്ചെടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഒരു സ്പൂണ് പഞ്ചസാര, മുട്ട, പിന്നെ ഉപ്പ് ഞാൻ ഈ വെള്ളത്തിൽ തന്നെ ഇട്ട് കലക്കിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ കുഴച്ച് പൊറോട്ടയെ നല്ല മയത്തി കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കാം. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അധികം അങ്ങോട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഒന്നുമല്ല, കുറച്ചൊരു നല്ല മയത്തിൽ അധികം ടൈറ്റില്ലാണ്ട് കുഴച്ചെടുക്കണത്. അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പൊറോട്ട ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കാം. ഓരോരുത്തർക്ക് അളവിനനുസരിച്ച് പൊടി എടുക്കുക, എന്നിട്ട് ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ ഇത്ര എടുത്തുള്ളൂ, അളവൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത് ഞാൻ കുഴച്ചെടുക്കട്ടെ. പൊറോട്ടൻ്റെ മാവ് നല്ലോണം കുഴഞ്ഞ് വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുളകളായിട്ട് വെക്കാം, എണ്ണ തേച്ച് വെക്കാം. അതുപോലെ കുറച്ച് എണ്ണ തടവിയിട്ട് വെക്കാം. എണ്ണ നല്ല നമുക്കിതിന് നല്ലോണം എല്ലായിടത്തും ആകുന്നതിന് എണ്ണ ഇതാക്കി എണ്ണ എത്തുന്നത് എല്ലായിടത്തും എത്തണം. അപ്പം ഇതുപോലെ വെച്ചതിന് ശേഷം അപ്പോൾ അത് മൂടിയിട്ട് വരാം. അത് മൂടിയിട്ട് 5 മിനിറ്റ് വെച്ചിട്ട് വരാം. പിന്നെ മാവ് ഇവിടെ ഞാൻ മൂടി വെച്ചത്. അപ്പോഴത്തേക്ക് നമുക്ക് മുട്ട പുഴുങ്ങെടുക്കാം. മുട്ട ഫ്രൈ ആക്കാൻ വേണ്ടി മുട്ട ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മുട്ട ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടുന്ന് വെറുതെ വരുമ്പോഴത്തേക്ക് നമുക്ക് പൊറോട്ട തയ്യാറാക്കാം. പൊറോട്ട ചുടാനുള്ള കല്ല് നമുക്ക് ഗ്യാസിന് മുകളിൽ വെക്കാം.
ഇപ്പോൾ നമുക്ക് പൊറോട്ട ഇവിടെ ഞാൻ നല്ലോണം തുടച്ചെടുത്തതാണ്. പൊറോട്ട നമുക്ക് പരത്തിയെടുക്കാം. ഒന്ന് കുഴലുകൊണ്ട് പരത്താം. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ചുരുട്ടാം. പൊറോട്ട ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇവിടെ വെക്കാം. അടുത്തെടുക്കാം. ഇങ്ങനെ പരത്താം. ഇതേപോലെ തന്നെ അത് അടിച്ചോടെ തന്നെ പൊറോട്ട ചുരുട്ടിയെടുക്കാം. മൂടിയെടുക്കാം. ഇത് എല്ലാം ഇതേപോലെ തന്നെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ അടിച്ചു വെച്ച പൊറോട്ട നമുക്ക് ചുട്ടെടുക്കാം. പൊറോട്ട നമുക്ക് ചുട്ടെടുക്കാം. ഇതേപോലെ തന്നെ എല്ലാം ഇങ്ങനെ പരത്തി എടുക്കാം. പൊറോട്ട എല്ലാം ചുട്ട് കഴിഞ്ഞ് നമുക്കിത് അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുക്കാം. ചൂട് ഇത് പൊറോട്ട അടിക്കുമ്പോൾ അതിന് നല്ല സോഫ്റ്റായി വരാൻ ഇങ്ങനെ 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 ഇടത് ഇങ്ങോട്ട് ഇങ്ങനെ വരും. അപ്പോൾ നമ്മുടെ പൊറോട്ട ഇവിടെ റെഡിയായി. പൊറോട്ട ഇവിടെ റെഡിയായി. ഇനി നമുക്കടുത്ത് മുട്ട റോസ്റ്റാക്കാം. ഞാൻ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. പാൻ എടുക്കത്ത് വെച്ച് ഇനിയിപ്പോൾ നമുക്ക് മുട്ട പാൻ എടുക്കത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് അയവ നമുക്ക് ഇത് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി
വഴന്ന് കഴിഞ്ഞാൽ കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മൂട്ടിട്ട് നമ്മൾ ഷഫു മുഴുവൻ എടുക്ക് ഇട്ടൊന്ന് നല്ലോണം മിക്സാക്കി. അല്ല ഞാൻ എത്ര വിളിച്ച് ഞാനവിടെ അടിച്ച് ഒന്ന് നല്ലോണം ഉള്ളി ഒന്ന് പൊറോട്ടയും മുട്ടൻ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ട് ഇവിടെ ഉണ്ട്. അപ്പം ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്യുക, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാം, ഫുള്ളും കാണാം. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.